രണ്ട് ഘട്ടങ്ങൾ പിന്നിടുകയാണ് വയനാട്ടിൽ എൽഡിഎഫിന്റെ പ്രചാരണം. ആനി രാജ ബൂത്ത് തലങ്ങളിൽ വോട്ടർമാരെ കാണുകയാണിപ്പോൾ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെങ്കിലും രാഹുൽ ഗാന്ധി ഇതുവരെയും മണ്ഡലത്തിലെത്തിയിട്ടില്ല. എൻഡിഎ സ്ഥാനാർത്ഥിയായി വൈകി എത്തിയ കെ സുരേന്ദ്രനും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രസീത അഴീക്കോടും പ്രചാരണം തുടങ്ങി. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എൽഡിഎഫ് പ്രചാരണത്തിൽ വളരെ മുൻപിലാണ്. വളരെ മുന്നേ തന്നെ മണ്ഡലത്തിന്റെ സാന്നിധ്യവും ശബ്ദവുമായി എപ്പോഴും ഉണ്ടാകുമെന്ന് അവർ വോട്ടർമാരോട് ഉറപ്പ് നൽകുന്നു. 2019 സാഹചര്യമല്ല 2024 എന്ന് UDF തിരിച്ചറിയുന്നുണ്ട്. സമീപകാലത്തെ അവരുടെ ചർച്ചകളിലും ജനങ്ങളുടെ പ്രതികരണങ്ങളിലുമെല്ലാം അത് വ്യക്തമാണ്. NDA സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രനും ഇത്തവണ മണ്ഡലത്തിലുണ്ട്. ഏതായാലും പതിയെ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് ചൂട് വയനാട് മണ്ഡലത്തിൽ വരും ദിവസങ്ങളിൽ വർദ്ധിക്കും. മുഖ്യമന്ത്രി രണ്ടാം തവണയും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് 1-ാം തീയതി എത്തുകയാണ്. മാർച്ച് 1-ന് തുടങ്ങിയതാണ് LDF സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രചാരണ പരിപാടികൾ. ആദ്യഘട്ടങ്ങൾ മുൻപേ പൂർത്തിയാക്കി പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയാണിപ്പോൾ ആനി രാജ. വലിയ ജനപങ്കാളിത്തത്തോടെ മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിലായി കിടക്കുന്ന മണ്ഡലത്തിൽ ബൂത്ത് കൺവെൻഷനുകളും LDF പൂർത്തിയാക്കി. ജില്ലയിൽ നേരത്തെ 2 ഇടങ്ങളിൽ ആനി രാജയുടെ പ്രചാരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരുന്നു. വരുന്ന 1-ാം തീയതി ഒരിക്കൽ കൂടി അദ്ദേഹം മണ്ഡലത്തിലെത്തുന്നുണ്ട്. ഇതോടെ പ്രചാരണം ശക്തിയാർജിക്കും. ഈ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് അവരോട് വോട്ട് വാങ്ങുക എന്നുള്ളതാണ്. അതിന് വലിയൊരു സ്വീകാര്യതയും ഒരു ജനങ്ങളെല്ലാം വലിയ സന്തോഷത്തിലാണ്. അവരോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുന്നതിൽ വലിയ സന്തോഷം. NDA മുന്നണി സമവാക്യങ്ങൾ വെല്ലുവിളിച്ച് സുരക്ഷിത മണ്ഡലം എന്ന പേരിൽ വയനാട്ടിലേക്ക് എത്തുന്ന രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ചോദ്യങ്ങൾ പലതാണ്. പൗരത്വ വിഷയത്തിലെ മൗനവും പാർലമെന്റിലെ ഇടപെടലുകളിലെ പരാജയവും മറ്റും സജീവ ചർച്ചയാണ് മണ്ഡലത്തിൽ. ഇതിനിടെ ഇന്ത്യ മുന്നണിയുടെ പിന്തുണയോടെയാണ് താൻ വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണവും രാഹുൽ നടത്തുന്നുണ്ട്. 3-ന് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുമെന്നാണ് UDF പറയുന്നത്. കഴിഞ്ഞ തവണത്തെ 4,30,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റായിരിക്കുന്ന ഒരു മണ്ഡലമാണ്. രാഹുൽ ഗാന്ധി വീണ്ടും ഇവിടെ ജനവിധി തേടുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ വലിയൊരു ട്രെൻഡ് നിയോജകമണ്ഡലത്തിലുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇവിടുത്തെ പ്രാദേശികമായ പ്രശ്നങ്ങൾ ഇടപെടാനും ദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ നേതൃത്വം കൊടുക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ ഇവിടെ നിന്നുള്ള ജനങ്ങൾ MP ആയി തിരഞ്ഞെടുത്തത്. കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം വൈകിയാണെത്തിയത്. 7% വോട്ടാണ് BJPക്ക് മണ്ഡലത്തിലുള്ളത്. പ്രസീത അഴീക്കോടാണ് മറ്റൊരു സ്ഥാനാർത്ഥി. ബത്തേരി കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ നിർണായക മൊഴി നൽകിയത് പ്രസീതയാണ്. കേസിൽ 1-ാം പ്രതി കെ സുരേന്ദ്രനാണ്. ദേശീയ ശ്രദ്ധ നേടിയ വയനാട്ടിലെ രാഷ്ട്രീയ ചർച്ചകളും അങ്ങനെ ചൂടേറുകയാണ്. 3-ന് ആനി രാജയും രാഹുൽ ഗാന്ധിയും പത്രിക സമർപ്പിക്കും. കൈരളി ന്യൂസ്, വയനാട്.